ഡിയസ് വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. മക്കളെ, ആൽക്കഹോൾ ഫീനോൾ സീരീസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നോക്കാൻ പോവുകയാണ്. ഫീനോളിനെ ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, ഫീനോളിനെ ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്. വളരെ ഈസി ആയിട്ട് എഴുതണം. രണ്ടാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലും ആറാമത്തെ പൊസിഷനിലും ബ്രോമിൻ വരുന്നു. 2,4,6 ട്രൈബ്രോമോ ഫീനോൾ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ഇതൊരു ഈതറാണ്. ഇത് ഈതറിലേക്ക് HI വെച്ചാൽ എന്ത് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ മക്കൾ ഒന്നും മടിക്കണ്ട. എവിടെയാണോ കൂടുതൽ കാർബൺ ഉള്ളത് ആ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്യാം. ശരിയല്ലേ? എന്നിട്ട് അവിടെയും ഇവിടെയും കൊടുക്കുക, H ഇവിടെയും കൊടുക്കുക. ആൻസർ ആയി. എന്താ കിട്ടുക? CH3 ത്രൈസ് I പ്ലസ് CH3 OH മാറി. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കുക, ഒരു സൈഡിൽ പ്രൈമറിയും ഒരു സൈഡിൽ ടേഴ്സറി ആണെങ്കിൽ അയോഡിൻ ആരെ കൂടെ നിൽക്കും? ടേഴ്സറിന്റെ കൂടെ നിൽക്കും. HI വെക്കാനാ പറഞ്ഞത്. അയോഡിൻ ഇവിടെ പോയി, അയോഡിൻ ഇവിടെ ഇട്ട് കൊടുക്കുക, H ഇവിടെ ഇട്ട് കൊടുക്കുക. ആൻസർ ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫീനോളിലേക്ക് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് വെച്ചാൽ എന്ത് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസിയാണ് ആൻസർ. ഫീനോളിന്റെ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് വെച്ചാൽ ഫീനോളിന്റെ രണ്ടാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലും ആറാമത്തെ പൊസിഷനിലും നൈട്രോ ഗ്രൂപ്പ് വരും. പിക്രിക് ആസിഡ് കിട്ടും. 2,4,6 ട്രൈ നൈട്രോ ഫീനോളിനെ വിളിക്കുന്ന പേരെന്താ? പിക്രിക് ആസിഡ് എന്നാ വിളിക്കുക. എക്സ്പ്ലെയിൻ ദി മാനുഫാക്ചർ ഓഫ് എത്തനോൾ ഫ്രം മൊളാസസ്. മൊളാസസിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യാം. ഈസ്റ്റ് ഇതാ എത്തനോൾ എന്നത് ഷുഗർ ആണ്. മൊളാസസ് ഷുഗർ ആണ്. C12H22O11 ഇതിനെ വിളിക്കുന്ന പേരാണ് ഷുഗർ. ഇതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്താൽ ഈസ്റ്റ് രണ്ട് ടൈപ്പ് എൻസൈമിന് സപ്ലൈ ചെയ്യും. ഇൻവെർട്ടേസ് ഒന്നാമത്തെ എൻസൈം ആണ് ഇൻവെർട്ടേസ്. ഇൻവെർട്ടേസ് ഈ ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. ഇത് ഗ്ലൂക്കോസ് ആണെങ്കിൽ ഇത് ഫ്രക്ടോസ് ആണ്. രണ്ടുപേർക്ക് ഒരേ ഫോർമുലയാണ് മക്കളെ. ഗ്ലൂക്കോസിന് അതാ C6H12O6. ഗ്ലൂക്കോസിന് സൈമേസ് എന്ന് പറഞ്ഞ എൻസൈം ആൽക്കഹോൾ ആക്കി മാറ്റും. എന്താക്കി മാറ്റും? ആൽക്കഹോൾ ആക്കി മാറ്റും. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ എന്താ മൊളാസസ് എടുക്കാം. മൊളാസസ് എന്ന ഷുഗർ സൊല്യൂഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് മൊളാസസ്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഈസ്റ്റ് ആഡ് ചെയ്തെടുക്കുക. ഈസ്റ്റ് രണ്ട് ടൈപ്പ് എൻസൈമിനെ സപ്ലൈ ചെയ്യും. ഏതൊക്കെയാ? ഇൻവെർട്ടേസും സൈമേസും. ഇൻവെർട്ടേസ് ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആക്കി മാറ്റുന്നു. ഇൻവെർട്ടേസ് ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആക്കി മാറ്റുന്നു. ആ ഗ്ലൂക്കോസിനെ ആൽക്കഹോൾ ആക്കി മാറ്റാൻ ഗ്ലൂക്കോസ് എവിടെ എഴുതണം? ഫ്രക്ടോസ് ഇല്ല. ഗ്ലൂക്കോസിനെ ആൽക്കഹോൾ ആക്കി മാറ്റാൻ ആർക്ക് പറ്റും? സൈമേസ് എന്ന് പറഞ്ഞ എൻസൈമിന് പറ്റുന്നു. ക്ലിയർ അല്ലേ? യെസ്. റൈറ്റ് റീമറ്റൈമൻ റിയാക്ഷൻ വളരെ ഈസിയാണ്. ഫീനോളിനെ നമുക്ക് നോക്കിയോ, ഇതാണ് റീമറ്റൈമൻ. ഫീനോൾ എടുക്കുക. ഫീനോളിനെ എന്താക്കണം? ഫീനോളിന്റെ ഓർത്തോ പൊസിഷനിൽ CHO വരണം. റീമറ്റൈമൻ കഴിഞ്ഞു. ഇതിനെ വിളിക്കുന്ന പേരാണ് സാലിസിലാൽഡിഹൈഡ്. റീമറ്റൈമൻ കഴിഞ്ഞു. ഫീനോളിനെ സാലിസിലാൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് റീമറ്റൈമൻ റിയാക്ഷൻ. ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാ? ക്ലോറോഫോമും NaOH ഇച്ചിരി ആസിഡും. ക്ലിയർ അല്ലേ? Right method for the preparation of picric acid നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിക്രിക് ആസിഡ് is 2,4,6 ട്രൈനൈട്രോഫീനോളിനെ വിളിക്കുന്ന പേരെന്താ? പിക്രിക് ആസിഡ് എന്നാണ് വിളിക്കുക. അടുത്ത് ഫീനോൾ ഹാവ് ഹൈ ബോയിലിംഗ് പോയിന്റ്. ഒരാൾക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രമേ എഴുതി വെച്ചാൽ ഡ്യൂ ടു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഓർഗാനിക്കിൽ ആർക്കെങ്കിലും ബോയിലിംഗ് പോയിന്റ് കൂടുതലാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ മക്കളെ എഴുതി വെക്കുക ഡ്യൂ ടു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് എഴുതി വെക്കുക. ഡ്യൂ ടു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് അവിടെ കഴിഞ്ഞു. Lucas reagent is a mixture of concentrated HCl and anhydrous zinc chloride. Primary alcohol name, secondary alcohol name, tertiary alcohol name distinguish ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് ലൂക്കാസ് റിയേജന്റ്. The tertiary alcohol immediate turbidity ആണ്. Secondary alcohol after 5 minutes. Turbidity after 5 minutes ആണ്. 5 മിനിറ്റിന് ശേഷമാണ്. turbidity after 5 minutes. Primary alcohol only on heating ആണ്. ചൂടാക്കിയാൽ മാത്രമേ turbidity പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ? tertiary alcohol immediate turbidity ആണെങ്കിൽ, secondary alcohol turbidity after 5 minutes ആണെങ്കിൽ, primary alcohol only on heating. turbidity ഉണ്ടാകണമെങ്കിൽ ഹീറ്റ് ചെയ്താൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ. കോൺസെൻട്രേറ്റ് HCl-ന്റെയും അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിന്റെയും മിക്സർ ആണ്. കോൺസെൻട്രേറ്റഡ് HCl-ന്റെയും അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിന്റെയും മിക്സറിനെ വിളിക്കുന്ന പേരാണ് ലൂക്കാസ് റിയേജന്റ്. ക്ലിയർ അല്ലേ? Give the reason for solubility of alcohol in water. ഒരു കോമ്പൗണ്ട് വാട്ടറിൽ സോല്യൂബിൾ ആണെന്ന് പറഞ്ഞാൽ ഒറ്റ പോയിന്റ് ചെയ്താ ആൽക്കഹോളും
ആൽക്കോളും വാട്ടറും തമ്മിൽ എന്ത് ഫോം ചെയ്യും? ആൽക്കോളും വാട്ടറും തമ്മിൽ ഇന്റർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ആൽക്കോളും വാട്ടറും ഇന്റർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. സോ ആൽക്കോൾസ് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ. ആൽക്കോൾ വാട്ടറിൽ സോല്യൂബിൾ ആണ്. ക്ലിയർ അല്ലേ? ഫീനോളിലേക്ക് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് വെച്ചാൽ എന്ത് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, ഫീനോളിന്റെ രണ്ടാമത്തെ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് വരും, അല്ലെങ്കിൽ ഫീനോളിന്റെ നാലാമത്തെ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് വരും. രണ്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഓർത്തോ നൈട്രോഫീനോളും പാരാ നൈട്രോഫീനോളും പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? What is the product obtained when phenol is treated with the concentrated nitric acid? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2,4,6 trinitrophenol, that is known as picric acid. Describe the manufacture of ethanol from molasses. പറഞ്ഞു കഴിഞ്ഞു. What is meant by denaturation of alcohol? ആൽക്കോൾ എത്തനോളിന്റെ മിസ്യൂസ് ഒഴിവാക്കാൻ വേണ്ടി എത്തനോളിലേക്ക് എന്ത് ചേർക്കും? എത്തനോളിലേക്ക് പിരിഡിനും കോപ്പർ സൾഫേറ്റും മെത്തനോളും ചേർക്കും. മെത്തനോൾ ഇറ്റ്സ് ഹൈലി പോയിസൺ ആൽക്കോൾ ആണ് മെത്തനോൾ. എത്തനോളിന്റെ മിസ്യൂസ് ഒഴിവാക്കാൻ വേണ്ടി എത്തനോൾ ആൾക്കാർ മിസ്യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? ലബോറട്ടറി പർപ്പസിന് വേണ്ടി വിൽക്കുന്ന എത്തനോൾ ആൾക്കാർ കുടിക്കാൻ ഉപയോഗിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി അതിലേക്ക് കോപ്പർ സൾഫേറ്റും പിരിഡിനും മെത്തനോളും ചേർക്കും. അതിനെ മിസ്യൂസ് ഒഴിവാക്കാൻ വേണ്ടി അതിനെ വിളിക്കുന്ന പേരാണ് ഡീനാച്ചുറേഷൻ ഓഫ് സ്പിരിറ്റ്. ക്ലിയർ അല്ലേ? ഈ ആൽക്കോൾ വിളിക്കുന്ന പേരാണ് മെത്തിലേറ്റഡ് ആൽക്കോൾ എന്നാണ് വിളിക്കുക. മെത്തിലേറ്റഡ് ആൽക്കോഹോൾ. ക്ലിയർ അല്ലേ? ഇനി എത്തനോളിലേക്ക് നോക്കിക്കോ. എത്തനോളിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇടുന്നാൽ എത്തനോളിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാം. 443 കെൽവിനിൽ എന്ത് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ HOH പോവും, CH2 ഡബിൾ ബോണ്ട് CH2 കിട്ടും. ആൽക്കീൻ ഫോം ചെയ്യും, വാട്ടർ എലിമിനേറ്റ് ആവും. ക്ലിയർ അല്ലേ? യെസ്. വാട്ട് ഈസ് ലൂക്കാസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എക്സ്പ്ലെയിൻ റീമട്ടൈമൻ റിയാക്ഷൻ പറഞ്ഞു. റൈറ്റ് ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ക്രോമിക് ആസിഡ്. ഫീനോളിനെ ക്രോമിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യാം. ഫീനോളിനെ ക്രോമിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ബെൻസോക്യൂനോൺ. എന്താ കിട്ടുക? ബെൻസോക്യൂനോൺ. ഫീനോളിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ റിയാക്ഷനും നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞു. വീണ്ടും എഴുതി പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൽക്കോൾ ഫീനോൾ സീരീസിലെ ഫുൾ മാർക്ക് അടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ബൈ.